जोहर कितना रकात है? जोहर के 4 रकात, 4 रकात। असर कितना है? असर के 12 रकात, 12 रकात है। मगरिब कितना है? मगरिब के 5 रकात, 5 रकात। सुबह कितना रकात है? सुबह के 3 रकात। 3 रकात। अभी ഇതുപോലെ നമ്മുടെ മുമ്പിലും പലരും യാചിച്ച് വരാറുണ്ടാകും. എന്നാൽ അവരോടൊന്നും നമ്മൾ നിസ്കാരത്തിന്റെ റക്കായത്ത് എത്രയാണ്, വുളൂവിന്റെ ഫർള് എത്രയാണ് എന്നൊന്നും ചോദിക്കാറില്ല. ഇതുപോലെ ചുരുങ്ങിയ പക്ഷം ആളുകൾ മാത്രമേ അവരോട് ഇങ്ങനെയൊക്കെ ചോദിക്കുകയുള്ളൂ. ഈ സ്ത്രീ ധരിച്ചിരിക്കുന്നത് ഇസ്ലാമിക വേഷമാണ്. ഈ സ്ത്രീ ഒരു പക്ഷേ മുസ്ലിം ആകാം, അല്ലെങ്കിൽ അമുസ്ലിം ആകാം. പക്ഷേ ഇസ്ലാം നിങ്ങളെ എവിടെയും പഠിപ്പിക്കുന്നില്ല നിങ്ങൾ മുസ്ലിമീങ്ങളെ മാത്രമേ സഹായിക്കാൻ പാടുള്ളൂ എന്ന്. നമ്മളെല്ലാവരും വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കാണുന്ന വീഡിയോ ആണ് നമ്മുടെ ഉബൈദിന്റെ വീഡിയോ. ഈ ഉബൈദിന്റെ വീഡിയോയിൽ മണി ചാലഞ്ചിലുള്ള ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ സഹായിച്ച ഒരു കുട്ടിയാണ് ബദറുദ്ദീൻ എന്ന് പറയുന്ന ഈ ഒരു കുട്ടി. ഈ കുട്ടിക്ക് അച്ചാറിന്റെ കച്ചവടമായിരുന്നു. എന്നാൽ ഉബൈദ് ഈ കുട്ടിക്ക് മണി ചാലഞ്ച് കൊടുത്ത് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഈ വഴിക്ക് പോവുകയാണെങ്കിൽ ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് അച്ചാർ വാങ്ങണമെന്ന്. അതിനുശേഷം ഈ കുട്ടി ബദറുദ്ദീൻ പിക്കിൾസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ആ ഇൻസ്റ്റാഗ്രാം പേജിന് 70,000-ലേറെ ഫോളോവേഴ്സ് ഉണ്ട്. ആ വീഡിയോയുടെ അവസാനം ഉബൈദ് പറഞ്ഞ ചെറിയൊരു വാക്കാണ്, നിങ്ങൾ ആരെങ്കിലും ഈ വഴിക്ക് പോവുകയാണെങ്കിൽ ഇവന്റെ കയ്യിൽ നിന്ന് അച്ചാർ വാങ്ങണമെന്നത്. നമുക്ക് എല്ലാവർക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ഉബൈദാവാൻ സാധിക്കണം എന്നില്ല. എന്നാൽ തുടക്കത്തിൽ കണ്ട വ്യക്തിയെ പോലെ നമ്മുടെ മുന്നിലേക്ക് കൈനീട്ടി വരുന്നവരോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇടാൻ ശ്രമിക്കരുത്. കാരണം ആ വീഡിയോ കാണുന്നവരുടെ മുന്നിലേക്ക് കൈനീട്ടി വരുന്നവരെ അവരും ഇതുപോലെ മടക്കി അയച്ചാൽ അതിന്റെ കുറ്റവും നിങ്ങൾക്കായിരിക്കും കിട്ടുക. നമ്മുടെ മുന്നിലേക്ക് കൈനീട്ടി വരുന്ന മനുഷ്യർ പറ്റിക്കുന്നവരാണോ ഭക്ഷിക്കാത്തവരാണോ എന്ന് നമുക്കറിയില്ല. എങ്കിലും നമ്മുടെ മുന്നിലേക്ക് കൈനീട്ടിയവരാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളാൽ കഴിയുന്നത് കൊടുത്ത് അവരെ സഹായിക്കുക. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.